കാലാവസ്ഥയുണ്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. തനതായ കാലാവസ്ഥ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെടുന്നത്. എന്താണ് മൗസിം അല്ലേ? മൗസിം എന്ന പദത്തിൽ, അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിശ മാറുന്നതാണ് അല്ലേ? മൺസൂൺ കാറ്റ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് മൺസൂൺ കാറ്റാണ്. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് എന്താണ്? ദിശ മാറുന്നവയാണ്. അപ്പോൾ ദിശ മാറുന്നത് എങ്ങനെയാണെന്നാണ് പിന്നെ പറയുന്നത്. സൂര്യൻ്റെ അയനം മൂലം. അപ്പോൾ എന്താണ് സൂര്യൻ്റെ അയനം എന്ന് അറിയണം അല്ലേ? സൂര്യൻ അയനം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം എന്ന് പറയുന്നത്. അപ്പോൾ അയനം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക് അല്ലേ? ദക്ഷിണായന രേഖ എന്ന് വെച്ചാൽ എന്താണ്? 23.5 ഡിഗ്രി തെക്ക്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും ഇത്തരത്തിൽ സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുന്നതിന് കാരണം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവും കൂടിയാണ് എന്ത് കാരണം? സൂര്യൻ്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിനായിട്ട് കാരണം. സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അപ്പോൾ എങ്ങനെയാണ് മൺസൂൺ കാറ്റുകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. സൂര്യൻ്റെ അയനം മൂലം നമ്മൾ പറഞ്ഞില്ലേ, സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ, സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരും. കരഭാഗത്തെ വായു എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ചൂട് പിടിച്ച് നമുക്കറിയാലോ മുകളിലേക്ക് വരുന്നു അല്ലേ? ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് വരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശണം. അപ്പോൾ നമ്മൾ ചൂട് പിടിച്ച വായു എന്ന് പറയുന്നത് മുകളിലേക്ക് ഉയർന്നു അല്ലേ? മുകളിലേക്ക് ഉയർന്നു പോയപ്പോൾ സമുദ്രത്തിൽ നിന്ന് എന്ത് സംഭവിച്ചോ? സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് നേരം എന്ത് ചെയ്യും? അത് മുകളിലേക്ക് ഉയരും. അപ്പോൾ എന്ത് സംഭവിക്കും? തണുത്ത കാറ്റെന്ന് പറയുന്നത് എവിടെ നിന്ന് വരും? ഈർപ്പം നിറഞ്ഞ കാറ്റെന്ന് പറയുന്നത് എവിടെ നിന്ന് വരും? സമുദ്രത്തിൽ നിന്ന് വരും. എന്നിട്ട് എന്ത് സംഭവിക്കും? മഴ ലഭിക്കണം. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഏത് മാസങ്ങളാണ് പറയുന്നത് ഇവിടെ? മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സൂര്യൻ്റെ ഉത്തരായന കാലത്ത് പറഞ്ഞു അല്ലേ? നമുക്ക് ദക്ഷിണായന കാലം നോക്കണ്ടേ? അപ്പോൾ ദക്ഷിണായന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഉത്തരായന സമയത്ത് എവിടെയായിരിക്കും സൂര്യൻ്റെ സ്ഥാനം? നമ്മൾ പറഞ്ഞത് കരയിലായിരിക്കും അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരെ തിരിച്ച് പറയുകയാണ്. ദക്ഷിണായനം എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് പറയുകയാണ്. എവിടെയാണ്? ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചുയരുകയും അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നേരെ ആ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷെ എന്താണ്? ദിക്ക് മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ സമുദ്രോപരിതല വായാണ് ചൂട് പിടിച്ചിരുന്നത്. കാരണം എന്താണ്? സമുദ്രത്തിന് അവിടെയാണ് എന്ത് നിൽക്കുന്നത്? സൂര്യൻ നിൽക്കുന്നത്. അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യണം. ഏത് മാസങ്ങളിലാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരേണ്ടതിനായ മഴയുടെ അളവ് കുറവായിരിക്കും. അപ്പോൾ എന്താണ് പറയുന്നത്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ടാണ്. എവിടെ നിന്നാണ്? വടക്ക് കിഴക്ക് നിന്ന് തെക്കു പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരേണ്ടതായതിനാലാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ മഴയുടെ അളവ് കുറവായിരിക്കുന്നത്. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായി മഴയ്ക്ക് കാരണമാക്കുന്നു. എന്നാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കിഴക്കൻ തീരങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു.
ഓക്കെ, അപ്പോൾ നമ്മൾ സൂര്യനെ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഇവിടെ എന്താണ് പറഞ്ഞത്? സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ദക്ഷിണായന കാലത്ത് പറഞ്ഞു അല്ലേ? ദക്ഷിണായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? സമുദ്രത്തിന് മുകളിലായിരിക്കും. അപ്പോൾ അടുത്ത് ചൂട് പിടിച്ചിട്ട് അത് ഉയരുമ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് വരുന്നത്? കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകളാണ് അവിടെ മഴയ്ക്ക് കാരണമാകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു പ്രദേശത്തിൻ്റെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. പ്രധാന അക്ഷാംശരേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖ കേട്ടോ. ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയാണെങ്കിൽ തെക്ക് ഭാഗത്ത് എന്താണ്? ഉഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. ഉഷ്ണമേഖലയിലാണെന്നുണ്ടെങ്കിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊതുവെ മിതമായിരിക്കും, കുറവായിരിക്കും അല്ലേ? എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനില അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അപ്പം എന്താണ് പറയുന്നത്? ഉഷ്ണമേഖലയിലാണെന്നുണ്ടെങ്കിൽ ഈ ശൈത്യകാലമായാലും ഉഷ്ണകാലമായാലും അവരുടെ താപനില എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറിയൊരു പൊതുവെ മിതമായിരിക്കും അല്ലേ? കുറവായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിലാണെന്നുണ്ടെങ്കിലോ അന്തരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഭൂപ്രകൃതി. അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞെന്തുട്ടായിരുന്നു? ഓരോ അക്ഷാംശ രേഖയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അക്ഷാംശ സ്ഥാനമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അക്ഷാംശ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അക്ഷാംശ സ്ഥാനത്തെക്കുറിച്ചിട്ട് പറഞ്ഞു, പ്രധാന അക്ഷാംശ രേഖയെ കുറിച്ചിട്ട് പറഞ്ഞു, അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പറയുന്നുണ്ടല്ലോ. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്താണ്? തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഉഷ്ണനിരക്ക് എങ്ങനെയാണ് കുറയുന്നത്, ഉഷ്ണനിരക്ക് കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതെന്നാണ് പറയുന്നത്. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. അവിടെ എന്താണ്? പർവ്വതങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്? കാറ്റ് വരുന്നത് തടയുമല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മഴ പെയ്യും. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ മഴ വളരെ കുറയാനുള്ള കാരണം ഇപ്പോൾ ബോധ്യമായല്ലോ. സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ എന്താണ്? മഴ വളരെ കുറവാണ് അല്ലേ? എന്താ കാരണം എന്ന് പറയുന്നത്? കൂറ്റൻ പർവ്വതനിരകൾ നിൽക്കുമ്പോൾ കാണാനായിട്ട് പറ്റുമോ? കാറ്റൊക്കെ ഇല്ല അല്ലേ? അത് കാരണം എന്താ? മഴ ഭയങ്കരമായിട്ട് വളരെ കുറവ് ലഭിക്കുന്നത്. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായി ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് ഇത്തരം പ്രദേശങ്ങളിലെ നമുക്ക് മഴ അധികം എത്താത്ത പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കി ഇവിടെ പറഞ്ഞത് ഇങ്ങനെ കൂറ്റനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? ഈർപ്പം തണുത്തിട്ട് മേഘമായിട്ട് മാറിപ്പോവുകയാണ് അല്ലേ? കാറ്റിന് അഭിമുഖമായ ഭാഗപ്രദേശത്ത് മാത്രമാണ് അവിടെ മഴ ലഭിക്കുന്നത്. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്നിടങ്ങളിലെ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നു. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലെ കാരണവും ഇതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് ഈർപ്പവാഹിയായ കാറ്റ് വീശുന്നിടങ്ങളിൽ തടസ്സങ്ങളില്ല. സമാന്തരമായിട്ട് എന്താണ്? കാറ്റ് വീശുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തടസ്സങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പം എന്ത് സംഭവിക്കും? മഴ പെയ്യിക്കാതെ തന്നെ കടന്നു പോകും. രാജസ്ഥാനിലെ അരാവലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് മരുഭൂമിയായി മാറുന്നതിനുള്ള കാരണമെന്ന് പറയുന്നതും ഇതുപോലെ തന്നെയുള്ള കാരണമാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് ഏറെ അകലം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയാണ്. നമുക്കറിയാം അല്ലേ? സമുദ്രത്തോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ എന്താണ്? ആർദ്ര കാലാവസ്ഥയാണെന്ന്. അകലേക്ക് പോകുമെന്നാണ് താരതമ്യേന വരണ്ട കാലാവസ്ഥയാണ്. കാറ്റിൻ്റെ ദിശയും അതിലെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാറ്റിൻ്റെ ദിശയും ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു.